റോബർട്ട് ഡൗണി ജൂനിയർ ഡൂമായി എംസിയിലേക്ക് തിരികെ വരുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അയൺമാനും ഡോക്ടർ ഡൂമിനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സത്യത്തിൽ മാർവൽ കോമിക്സിൽ അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആൻസർ ഉണ്ട്. അത് ഇൻഫേമസ് അയൺമാൻ എന്ന കോമിക് സ്റ്റോറി ലൈനാണ്. സീക്രട്ട് വാർസ് ഇവന്റിന് ശേഷം ഡോക്ടർ ഡൂമിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. വർഷങ്ങളായി മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും ഡേഞ്ചറസ് വില്ലനിൽ ഒരാളായിരുന്നു ഡൂം. ഇനി ഹീറോ ആകാൻ തീരുമാനിക്കുന്നു. അതേസമയം ടോണി സ്റ്റാർക്ക് വലിയൊരു ബാറ്റിലിന് ശേഷം ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാകുന്നു. അപ്പോൾ ഡൂം ഒരു ഷോക്കിംഗ് തീരുമാനമെടുക്കുന്നു. അയൺമാന്റെ ലെഗസി താൻ തുടരാൻ പോകുന്നു. അങ്ങനെ ഡോക്ടർ ഡൂം സ്വന്തമായ ഒരു ആർമർ നിർമ്മിക്കുന്നു. അയൺമാന്റെ സ്യൂട്ട് പോലെ ആണെങ്കിലും അതിന് ഡോക്ടർ ഡൂമിന്റെ സ്വന്തം സ്റ്റൈലും ടെക്നോളജിയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഡൂം ക്രൈമിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ജനങ്ങളെ രക്ഷിക്കാനും തുടങ്ങി. ഹീറോ ആകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. മാർവൽ യൂണിവേഴ്സിലെ ആരും അവനെ വിശ്വസിച്ചില്ല. കാരണം ഇന്നലെ വരെ ലോകം ഭയന്നിരുന്ന ഡോക്ടർ ഡൂം ഇന്ന് അയൺമാനെ നടക്കുകയാണ്. അതാണ് ഇൻഫേമസ് അയൺമാന്റെ പ്രധാന കഥ. ഇനി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്ക് വന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. കാരണം റോബർട്ട് ഡൗണി ജൂനിയർ ഡോക്ടർ ഡൂമായി കാസ്റ്റ് ചെയ്തത് മുതൽ വലിയ തിയറി ഫാൻസിനിടയിൽ പ്രചരിക്കുന്നുണ്ട്. എംസിയിലെ ഡോക്ടർ ഡൂമിനും ടോണി സ്റ്റാർക്കിനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ? അതിന് ചില ഹിൻസ് നമ്മുടെ റൂസോ ബ്രദേഴ്സ് തന്നെ നൽകിയിട്ടുണ്ട്. അവർ പല ഇന്റർവ്യൂയിലും അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടോണി സ്റ്റാർക്കിന്റെ സാക്രിഫൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അത് ഫ്യൂച്ചർ എംസിയുവിന്റെ സ്റ്റോറിനെ ബാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല ഫാൻസും ഇപ്പോൾ ഒരു തിയറി വിശ്വസിക്കുന്നത് പുതിയ ഡോക്ടർ ഡൂം ഒരു ടോണി സ്റ്റാർക്ക് വേരിയന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിൽ ഹീറോ ആകാതെ വില്ലനായ ടോണി സ്റ്റാർക്കും ആവാം. അല്ലെങ്കിൽ ടോണി സ്റ്റാർക്കിന്റെ മുഖമുള്ള കംപ്ലീറ്റ്ലി ഡിഫറന്റ് വേരിയന്റും ആകാം. മറ്റൊരു തിയറി പറയുന്നത് ഡോക്ടർ ഡൂം വിക്ടർ വോൺ ഡൂം തന്നെ ആയിരിക്കാം. പക്ഷേ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഫേസ് ഉപയോഗിക്കുന്നത് മൾട്ടിവേഴ്സ് സ്റ്റോറി ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മാർഗവുമായിരിക്കാം. കാരണം മൾട്ടിവേഴ്സ് ആകെയിൽ നമ്മൾ ഇതിനു മുമ്പ് പല വേർഷൻ ക്യാരക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. ലോക്കി വേരിയൻസ്, സ്പൈഡർമാൻ വേരിയൻസ്, ഡോക്ടർ സ്ട്രേഞ്ച് വേരിയൻസ്. അതുകൊണ്ട് ടോണി സ്റ്റാർക്കിനെ പോലുള്ള ഒരു ഡൂം വേരിയന്റ് വരുന്നത് അസാധ്യമല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം ഒരു തിയറീസ് മാത്രമാണ്. മാർവലിൽ ഇതുവരെ ഡോക്ടർ ഡൂമിന്റെ ഒറിജിൻ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇൻഫേമസ് അയൺമാൻ കോമിക്സ് നോക്കുമ്പോൾ അയൺമാന്റെയും ഡോക്ടർ ഡൂമിന്റെയും ബന്ധം കോമിക്സിൽ പുതിയമായുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് റോബർട്ട് ഡൗണി ജൂനിയർ ആസ് ഡോക്ടർ ഡൂം എന്ന അനൗൺസ്മെന്റ് ചരിത്രത്തിലെ ഏറ്റവും ഷോക്കിംഗ് കാസ്റ്റിംഗ് ഡിസിഷനിൽ ഒന്നായി മാറിയത്. ഇപ്പോൾ ചോദ്യം നിങ്ങളോടാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലെ ഡോക്ടർ ഡൂം ടോണി സ്റ്റാർക്ക് വേരിയന്റ് ആയിരിക്കുമോ അതോ വിക്ടർ വോൺ ഡൂം തന്നെ ആയിരിക്കുമോ?